ഹായ് കൂട്ടുകാരേ, എല്ലാവർക്കും സുഖല്ലേ? ഇന്നേ കണ്ട ഇന്ന് നമ്മുടെ കടയിലെ സൂപ്പർ വട, മൊരുമൊരുന്നനെയുള്ള സൂപ്പർ വട ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയല്ലോ. അതാ ആഹോ. അപ്പൊ എല്ലാവരും വായോ, നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ചായയും കുടിച്ചിട്ട് വടയും ചമ്മന്തിയും ചട്നിയും ഒക്കെ കൂട്ടി കഴിച്ചിട്ട് പോവാം. എല്ലാവരും വായോ. അപ്പോ നമുക്ക് നമ്മുടെ വടയുടെ പരിപാടിയിലേക്ക് കിടക്കാം കേട്ടാ. നമ്മള് 1 കിലോ ഉഴുന്നാണ് ഞാൻ എടുക്കണത്. ആ ഉഴുന്ന് 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നല്ലതുപോലെ വെള്ളം അധികം ഒഴിക്കാതെ തളിച്ച് അരച്ചെടുക്കുക കേട്ടാ. അത് കഴിഞ്ഞിട്ട് ഉഴുന്നിന്റെ ഭാഗം നല്ല സ്മൂത്ത് ആയിരിക്കണം. നമ്മൾ വെള്ളത്തിലിട്ടാലേ പൊന്തി കിടക്കണ ഒരു പരുവം അതായിരിക്കണം ആ മാവിന്റെ കൺസിസ്റ്റൻസി ഇട്ടാ. എന്നിട്ട് അതിൽ പച്ചമുളക്, വേപ്പല, ഇഞ്ചി, കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 2 കയ്യ് ദോശമാവ്, പിന്നെ കുറച്ച് അരിപ്പൊടിയും ഇട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ കയ്യിൽ പിടിച്ചാലേ നമുക്ക് ആ കയ്യിൽ കിട്ടണ മാവ് ആ പരുവത്തില് മാവ് എടുത്ത് ഷേപ്പ് ആക്കിയിട്ട് ഇതാക്കിയിട്ട് നമ്മൾ തള്ളവിരലുകൊണ്ട് ഇങ്ങനെ ഷേപ്പ് ആക്കിയതിന് ശേഷം നമ്മള് ഇതിലേക്ക് ഇടണം കേട്ടാ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, എണ്ണ നല്ല പോലെ തിളക്കണം കേട്ടോ. നല്ലോണം തിളച്ച് ആയിട്ട് വേണം മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനിട്ടാ. അപ്പോഴാണ് അത് നല്ലോണം ഇട്ട് കൊടുത്ത വശം അത് മറിച്ചിടാൻ നോക്കരുത്. കുറച്ച് സമയം അത് ഒരു ഭാഗം മൊരിയണ വരെ അത് അങ്ങനെ തന്നെ കിടക്കണം കേട്ടാ. എന്നിട്ട് ഒരുവിധം മൊരിവായതിന് ശേഷം വേണം നമ്മള് മറിച്ച് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ നല്ലോണം മൊരിഞ്ഞതിന് ശേഷം നമ്മള് കോരി മാറ്റി വെക്കുക കേട്ടാ. മാറ്റി വെച്ച് എണ്ണ നല്ലോണം വാർന്നതിന് ശേഷം എടുത്ത് ചൂടോടെ കഴിക്കാം. നല്ല മൊരുന്നനെയുള്ള വട നമുക്ക് കിട്ടും കേട്ടാ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യാം കേട്ടാ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.